എന്റെ അമ്മേ. Play ball, listen to Aaron Hop when you need a sister to get to the. എന്താടാ? ഹേയ് ഹേയ് നാനി, എന്താ നീ കോൺട്രാക്ട് ആയിരുന്നേ? എന്താ നീ കാണിക്കുന്നേ? എന്തിനാ ഈ ടോർച്ച്? ഹേയ് എന്താടാ, എന്താ ഈ ചെയ്യുന്നേ? ഹേയ് വാട്ട്സ് ഹാപ്പനിങ് മാൻ? നിനക്കെന്താ വട്ട് പിടിച്ചോ? വെളിച്ചത്തിലെ കതിരായി ഞാൻ വന്നു, ഒരു കുറി നോക്കാമോ, ഹൃദയ താളം കേൾക്കാമോ? ഹൗ കാൻ യു ലാഫ് മാൻ? 2 വർഷമായി കാണുന്ന ഞാൻ അവളുടെ പുറകെ നീ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത്. ഒരു തവണ ഇങ്ങനെ അവിടെ റെസ്പോണ്ട് ചെയ്തു. ഇപ്പൊ തന്നെ നോക്ക്, നീ അവൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ലൈറ്റ് അറേഞ്ച് കൊടുത്തിട്ട് എന്തായി? അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞു. കറക്റ്റ് ക്ലോസ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാടാ അവൾ അങ്ങനെ ചെയ്തത്. ഓ അങ്ങനെ? അതേടാ, അവൾ കർട്ടനിടാതെ പോയാൽ വെളുക്കുന്നത് വരെ ഞാനിവിടെ നിൽക്കുമെന്ന് അവൾക്കറിയാം. രാത്രി ഈ തണുപ്പ്, മഞ്ഞ്, എനിക്ക് വല്ല അസുഖം വന്നാൽ അവൾക്ക് താങ്ങാനാവില്ലടാ. അതാ മനസ്സിനെ കല്ലാക്കി ആ കർട്ടനിട്ടിട്ട് പോയത്. ശാസ്ത്രിനഗർ ഗേൾസ് ഹൈസ്കൂളിലെ 50 കുട്ടികൾക്ക് യൂണിഫോം സപ്ലൈ ചെയ്തു. പിന്നെ ഗാന്ധി ഭവൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് ബ്ലാക്ക് ബോർഡ്സ്, 4th 5th ക്ലാസ്സുകളിലേക്ക് ഇംഗ്ലീഷ് ബുക്സ് എല്ലാം ഈ ആഴ്ച തന്നെ കൊടുക്കണം. അവർക്ക് എക്സാം എടുത്തോണ്ടിരിക്കുക. കാർത്തികേയൻ, ബാങ്കിൽ എത്രയുണ്ട് ബാലൻസ്? 15,600 രൂപ. ഓവർ ഡ്യൂ. ഷട്ട് അപ്പ്. ഓക്കെ. സിന്ധു, അഗർവാൾ സ്വീറ്റ്സ് ഓണർ ചെക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അയാളെ കാണുന്നുണ്ടെങ്കിൽ അയാൾ തരുന്നതിന്റെ ഡബിൾ പെട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. Take it easy. ഞാൻ വന്നില്ലേ? എപ്പോഴത്തെയും പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസവും ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം, എ ചെക്ക് ഓഫ് 15 rupees. താങ്ക് യു. ബൈ ദ ബൈ, ഞാൻ ഡൊണേഷൻ തന്ന കാര്യം ആരും അറിയണ്ട. എന്നാ വെച്ചാൽ എനിക്ക് പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല. അത്ര അഭിമാനിയല്ലേ? അതുകൊണ്ടാ ഞാൻ ചെക്കിൽ സൈൻ പോലും ചെയ്യാത്തത്. ചെക്കിൽ സൈൻ ചെയ്തില്ലെങ്കിൽ പാസ്സാകില്ല സാറേ. ഓ, എക്സ്ക്യൂസ് മീ. അതുപോട്ടെ, ആസ് എ ഡൊണേറ്റർ ചോദിക്കട്ടെ, കഴിഞ്ഞ മാസം ഞാൻ തന്ന ഫണ്ട് എന്തിനെല്ലാമാ ഉപയോഗിച്ചത്? നീ തരുന്ന പിച്ച കാശ് 15 രൂപ. നാണമില്ലേ അതിന് കണക്ക് ചോദിക്കാൻ? റിംഗ് ടോൺ കട്ട് ചെയ്യണം. നീ ഈ മുടി ഇങ്ങനെ അഴിച്ചിടാതെ ടൈറ്റായിട്ട് കെട്ടിവെച്ചാ നല്ല രസമുണ്ടാവും. എനിക്ക് ലൂസാ ഇഷ്ടം. കാരണം നീ ലൂസാ. മുടിയെങ്കിലും ടൈറ്റായിട്ട് വെക്ക്. താങ്ക് യു. കണ്ടിന്യൂ. ലാസ്റ്റ് മന്ത് ബുക്സ്, ഫീസ്, സ്ലേറ്റ്സ് ഈ ഇനത്തിൽ ഞങ്ങൾക്കൊരു 90,000 ചെലവായി. ഇനിയും ഡീറ്റെയിൽസ് തരാൻ പാടാണ്, ബട്ട് ട്രൈ ചെയ്യാം. എക്സ്ക്യൂസ് മീ. നീ വളരെ സുന്ദരിയാണ്. പ്രേമം നീ കാണാ കൺപോരയോ? നീ ചിരിച്ചില്ലെങ്കിലും സുന്ദരിയാണ്. ഏയ്, മീഡിയക്കാര് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. ഹായ്. ഹായ്. ഹായ് ബിന്ദു. ആ ചേട്ടത്തി, എന്താ ഇവിടെ? ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വന്നതാ. സുദീപ് കൺസ്ട്രക്ഷൻസ് ഒരു വലിയ എമൗണ്ട് ഡൊണേഷനായി തരാൻ ചാൻസ് ഉണ്ട്. നീ പോയി MD ഒന്ന് കാണ്. എങ്ങനെ കാണുന്ന? ദാ വിസിറ്റിംഗ് കാർഡ്. എന്റെ ബോസിന്റെ ടേബിളിൽ നിന്ന് ചൂണ്ടിയതാ. ചേട്ടത്തി, ഏതായാലും ചൂണ്ടി. അപ്പൊ പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് കൂടി ഒന്ന് ചൂണ്ടാമായിരുന്നില്ലേ? എന്താ നിന്റെ പടക്കം ഇപ്പോഴേ പൊട്ടിക്കാൻ തുടങ്ങിയോ? അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ചേട്ടത്തി പോയിക്കോ. അർച്ചന ചെയ്യണം. ശുഭമസ്തു. പൂജിക്കുന്നടാ, എന്റെ ചെക്ക് പൂജിക്കാൻ കൊടുക്കുന്നു. 15 രൂപ ചെക്കിന് പൂജ, അർച്ചനക്ക് തന്നെ 20 രൂപ. ആണോ? ആ, സൂപ്പർടാ. 15 ലക്ഷോ? ആരാ തന്നത്? സുദീപ് കൺസ്ട്രക്ഷൻസ് MD. അവന് ഒരു തവണയാടാ 15 കൊടുത്തത്.
ഞാൻ മാസം കൊടുത്തോണ്ടിരിക്കുകയല്ലേ. സ്വാമി പ്രസാദ എല്ലാവർക്കും കൊടുത്തോളൂ. ദാ, മുഖത്തെ ഈ നാറി എക്സ്പ്രഷൻ ഒന്ന് മാറ്റ്. അവൾ എല്ലാവർക്കും പ്രസാദം കൊടുത്തു, എനിക്കും തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് എനിക്ക് മാത്രം തരാതിരിക്കണമെങ്കിൽ അവൾക്ക് ഞാൻ എത്രമാത്രം സ്പെഷ്യൽ ആയിരിക്കണം ആലോചിച്ച് നോക്കൂ. മാറി നിൽക്കാ. നാനി എവിടെയാണത്? അവിടെ ഒന്ന് വന്ന് കാണിക്ക്. നിനക്കൊക്കെ എല്ലാം ഞാൻ തന്നെ വന്ന് കാണിച്ചോ. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. സർ, ഇവിടെ കംഫർട്ടബിൾ അല്ല, നമുക്ക് അവിടെ പോയാലോ? താങ്ക് യു. ഞാനിപ്പോ ഓർഡർ ചെയ്ത ഡിഷിന്റെ പേര് ഫോളി ഡി സാറ്റെ എന്ന് പറഞ്ഞാൽ ഗ്രീക്കില് ഡിഷ് ഓഫ് റൊമാൻസ് എന്നർത്ഥം. ലിവസ്. ഇതിന്റെ പുറകിൽ ഒരു കളർഫുൾ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ ഡിഷ് ജൂലിയസ് സീസറും ക്ലിയോപാട്രയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആണും പെണ്ണും ചേർന്ന് കഴിച്ചാൽ, ഐ മീൻ ഇപ്പോ നീയും ഞാനും ചേർന്ന് കഴിച്ചെന്ന് വെക്കാം, our friendship will turn into a beautiful relationship. So, നീ ഒരു സ്പൂൺ എന്നെ കഴിപ്പിക്കേ, ഞാൻ ഒരു സ്പൂൺ നിന്നെ കഴിപ്പിക്കാം. Shall we start? ഞങ്ങളുമായിട്ടുള്ള പടക്കതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പേരേ ഉണ്ടാവുള്ളൂ. കുറച്ചു നേരം ഞാൻ വിചാരിക്കും നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമല്ല സർ, നിങ്ങൾ അതിനേക്കാളും മുകളിലാണ്. എന്നാ പിന്നെ ഐ ടേക്ക് ലീവ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഈയിടെ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ട്, നന്നായി ഭക്ഷണം കഴിച്ചോ. ഓക്കെ, ബൈ. സർ, ഡിഷ് വളരെ നന്നായിട്ടുണ്ട്. എല്ലാരും വേഗം സെറ്റിൽ ചെയ്ത് വിട്. ദാ, വെച്ചോ. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നാനി, എടാ നാറി. സർ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ സർ. എന്തുപറ്റി? എനിക്ക് ഇവിടെ ഇറങ്ങണ്ട. ഇവിടെയോ? എന്തിന്? പച്ചക്കറി വാങ്ങണം. വാ, ഞാനും വരാം. ഷെയർ മാർക്കറ്റിലൊക്കെ പോകുന്ന സാറ് ഇങ്ങനത്തെ മാർക്കറ്റിൽ വരാമോ? വാട്ട് ഐ മീൻ ടു സേ, ഇതിന് മൊത്തം എത്രയായെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഫാദർ, ഞങ്ങൾക്ക് ക്യാഷ് അല്ല പ്രധാനം, അങ്ങയുടെ ബ്ലെസ്സിംഗ്. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഫാദറിന്റെ ബ്ലെസ്സിംഗ് വലിയ പവർഫുള്ളാ. താങ്ക് യു ഫാദർ, താങ്ക് യു. എന്താടാ? ബിന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നടാ. ഫസ്റ്റ് ടൈം ഒരു പോസിറ്റീവ് റെസ്പോൺസ്. ബ്ലാങ്ക് മെസ്സേജ് അല്ലടാ ഇത്. ഈ ബ്ലാങ്ക് മെസ്സേജ് ബ്ലാങ്ക് ചെക്കിനേക്കാളും പവർഫുൾ ആടാ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതാം, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇമാജിൻ ചെയ്യാലോ. അപ്പൊ ഇതിനെന്താ അർത്ഥം? മണ്ടന്മാരോട് സംസാരിച്ച് സമയം കളയാതെ അർജന്റായിട്ട് ചെല്ലാൻ. അത് മെസ്സേജ്. വാട്ട് മെസ്സേജ്?
ബ്ലാങ്ക് മെസ്സേജ് അയച്ചിരുന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോയതാ. ബൈ മിസ്റ്റേക്ക് റിപ്ലൈ ആയി. സോറി. വളരെ ലേറ്റായി, പേടിയാവുന്നു. കൂട്ടിന് വരാൻ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആണെന്നൊന്ന് സമ്മതിച്ചൂടെ? ഓവർ ഇമാജിനേഷൻ ഒന്നും വേണ്ട. അല്ല, വളരെ ലേറ്റായി, പേടിയാവുന്നുണ്ട്. അല്ല, എനിക്ക് എന്നെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു. ഇന്നെന്താ നേരത്തെ റെഡിയായോ? നേരത്തെ പോണം. 10 മണിക്കല്ലേ ഓഫീസ്? ഇന്നെന്താ 7 മണിക്ക്? ഏയ്, നീ എന്തിനാ പാത്രം തേച്ചോണ്ടിരിക്കുന്നെ? അതിനല്ലേ വേലക്കാരി വെച്ചിരിക്കുന്ന. നീ പോയിരിക്ക. എന്തു പറ്റി ബിന്ദു? എന്തു ജോലി പറഞ്ഞാലും രക്ഷപ്പെടാൻ 1000 കാരണം പറയാറുള്ളതല്ലേ. ഇപ്പൊ ഒരു നിമിഷം കൂടെ ചുമ്മാ ഇരിക്കാതെ എല്ലാ ജോലിയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒന്നും ചെയ്യണ്ടെന്ന് നിന്നോട്. ബിന്ദു, ഹായ് ബിന്ദു. ഹായ്. ഞാനീ നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ തരുന്നതിന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ പടക്കങ്ങളാ. ബൈ. സർ, സിറ്റ് സിറ്റ്. ഏയ് സിറ്റ്. ഞാനീ വിചാരിച്ച് ഫീൽ ചെയ്യാ. സാറിന് അതെങ്ങനെ അറിയാം? Come on, Bindu, I'm your friend. I still remember. എന്റെ വൈഫ് ഡെത്ത് ബെഡിലിരിക്കുമ്പോ എന്റെ കൈ പിടിച്ചൊരു സത്യം ചെയ്യിച്ചു. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മറക്കണമെന്ന്. നിങ്ങൾ എന്നെ മറന്നാൽ മാത്രമാണ് എനിക്ക് സന്തോഷവും സുഖമെന്ന്. നീ നാനിയെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ നീ അവനെ മറക്കണം. ബിന്ദു, ഏയ് ബിന്ദു, come on. Relax. Relax now. Come on, Bindu. എന്താ സർ? ഏയ് ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം? No, not at all. Hey. Are you okay? Yeah, I am. Perfect. ഞാൻ അവിടെ ഇരുന്ന് സർ, എന്ത് പറ്റി? എന്താ പറ്റിയത്? നിന്നെ ചിരിപ്പിക്കാൻ ശ്രമിച്ചതാ. താങ്ക് യു സർ. സാറിന് എന്തോ സംഭവിച്ചോന്ന്? വല്ലാതെ പേടിച്ചോ? നോ, അങ്ങനെയൊന്നുമില്ല സർ. I have to go to office. Stop. ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? Go to your places.
Bye, sir. Yeah, bye. Sorry about that. That's okay. അരമണിക്കൂർ നേരത്തേക്ക് ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി, സർ. വെക്കടാ. ഇതൊക്കെ നേരത്തെ നോക്കണ്ടടാ. സോറി സാർ. പോ. ആരും ഇല്ലടാ അവിടെ. ഇവിടം വരെ എങ്ങനെ എത്തി സാർ? നിന്റെ അപ്പന്റെ വലിക്ക് വലിച്ചു മാറ്റും. ചെവി കേട്ടൂടെ നിനക്കൊക്കെ? ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞോണ്ടാ സാർ. വേണ്ട സാർ. അടിക്കല സാർ, ഗണപതി കെമിക്കൽ സ്കാമില് MD ഫുൾ എക്സ്പോസ്ഡ് ആയി. ഞാൻ മനസ്സിലാക്കിയത് ദിസ് ഈസ് ദ നാക്കഡ് ട്രൂത്ത്. റൂം ക്ലീൻ ചെയ്യാതെ എന്ത് പുറത്തുവിടാ നീ? റൂം മുഴുവൻ ഈച്ചയാണല്ലോ.
மொத்தம் ஈச்சட கூட்டம். பண்ணிங்க தான் கூட்டமா வரும். சிங்கம் சிங்களா தான் வரும். 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 ഹലോ. സർ, ഞാൻ ബിന്ദുവാ സംസാരിക്കുന്നത്. ബിന്ദു, ഞാൻ എയർപോർട്ടിലുണ്ട്. ബോർഡിങ്ങിന് ഇനിയും അരമണിക്കൂറുണ്ട്. I'm on the way, Bindu. I'll be there in 10 minutes. ഓക്കെ സർ. Damn it. ഹലോ. ബിന്ദു, ഇവിടെ ട്രാഫിക് ജാമാണ്. അയ്യോ, ഡു വൺ തിങ്, നീ പോയി 2 ബോർഡിംഗ് പാസ് എടുത്ത് വെക്കേ. ഓക്കെ സർ. ഓട്ടോ, താൻ എങ്ങോട്ടാ ഇടയ്ക്ക് കയറി പോകുന്നത്? ഇവിടെ പോലീസായിരുന്നില്ലേ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ? അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എപ്പോഴും തിരക്കാം. നടക്കുമെന്ന് കയറി നേടാം. ഈ വഴി വന്ന പണി കിട്ടുന്ന ഉറപ്പായിരുന്നു. ഇതിൽ വരണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞത്. എന്താ സർ, നിങ്ങൾ വളരെ ലക്കിയാണ്. ഇത്രയും വലിയ ആക്സിഡന്റ് ആയിട്ടും ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടില്ലേ? കൈ കാണിക്കൂ, BP എടുക്കാം. എടുക്ക്. ഇതെന്താ സർ? ഹിറ്റ്. നിങ്ങളെടുത്തോ. തരൂ. ഹിറ്റല്ല, BP എടുക്ക്. വരൂ വരൂ. ആനിമൽസ് റിവെഞ്ച് എടുക്കുമോ? എടാ, ചോദിച്ചത് കേൾക്കുന്നില്ലേ? സർ, ആനിമൽസ് റിവെഞ്ച് എടുക്കുമോന്ന്. എടുക്കും സർ. ചില സിനിമകളില്. സിനിമയിലൊന്നും അല്ലടാ, റിയൽ ലൈഫില്. റിയൽ ലൈഫിലും അങ്ങനെ എടുക്കാറുണ്ട് സർ. എന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്നെ മുത്തശ്ശന് പാമ്പിനെ ചവിട്ടിയത് പക വീട്ട് തിരിച്ചു കടിച്ചെന്ന്. അതല്ലടാ, ചെറുത്. ചെറിയ പാമ്പ് പകരം വിട്ടു സാർ. വേറെ ചെറിയ പാമ്പും പകരം വിട്ടു സാർ. പാമ്പിനെ വിടറാ നീ. ചെറുതാടാ. ഈ കുരുവി, തവള, ഈച്ച. പക വീട്ടു സാർ. ഇപ്പൊ പാമ്പ് പകരം വിട്ടുമ്പോ ഈച്ചക്ക് എന്തായിക്കൂടെ? ഈ പ്രോബ്ലത്തെ പറ്റി ഞാൻ ആരോട് പറയും? എങ്ങനെ പറയും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. Good morning, Mr. Sudeep. What a pleasant surprise. Hi, sir. Hi. Tell me, how can I help you?
ചില ഡൗട്ട് ഉണ്ട് എനിക്ക്. ഈച്ച സ്പെസിഫിക് ആയിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യോ? ഒരു മനുഷ്യനെ ഓർമ്മ വെച്ച് പ്രീ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ സാർ വല്ല സയൻസ് ഫിക്ഷൻ എഴുതാൻ പോവാണോ? സയൻസ് ഫിക്ഷൻ അല്ല, ഫാക്ട്. ഒരു ഈച്ച കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണാൻ പറ്റുന്നില്ല. എന്തിന്? ജീവിക്കുന്ന പൊട്ടെ കുളിക്കാൻ പോലും പറ്റുന്നില്ല. ഈ പാടുകളൊക്കെ ഈച്ച കയറി മേഞ്ഞതിന്റെയാ. ഗ്ലാസിന്റെ മുകളിൽ നിന്നെ കൊല്ലാൻ പോകുന്നു എഴുതി വെച്ചു. സയൻസ് ഫിക്ഷനാ ഇത്? നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ രാത്രി ഉറക്കമില്ലായ്മ. ഇതിനോടകം തന്നെ നിങ്ങൾ വല്ലാത്ത പിരിമുറുക്കത്തിലാണ്. അതിന്റെ കൂട്ടത്തിൽ ഈച്ചയുടെ ശല്യം കൂടെ ആകുമ്പോൾ പൂർത്തിയായി. ഉറക്കമില്ലാതെ നടന്നുകൊണ്ട് ഈച്ചയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളുടെ മൈൻഡ് ഭ്രമിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും. എനിക്ക് ക്യാപ്പച്ചിനോ. നിനക്കോ? നിനക്കോ ഇഷ്ടം അതാണോ? 1 ക്യാപ്പച്ചിനോ പ്ലീസ്. സോറി മാം, കോഫിയിൽ ഈച്ച വീണിരിക്കുക. നോ നോ നോ, ഈച്ച കോഫി കുടിക്ക. അടുത്ത പ്രോഗ്രാം എന്താ? സാർ, ഈച്ച. മുടിയിലുണ്ട്, മുടിയിലുണ്ട്. മുടി തന്നെ ഇരിപ്പണ്ടാ. അടിച്ച് ശരിയാക്ക്. കോളർ കോളർ കോളറിനടുത്ത്. കിട്ടൂടാ നിന്നെ എന്റെ കയ്യില്. അതോടെ ഫിനിഷ് ആവും നീ. Please sit, madam. താങ്ക്സ്. ബിന്ദു. ഹായ് സർ. വാട്ട് എ സർപ്രൈസ്. സാറിന് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഈ ആന്റിക് പീസസ് നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെന്റെ പേഴ്സണൽ കളക്ഷൻസ്. നീ നിൽക്കുന്ന ഈ സ്ഥലമാണ് എന്റെ വൈഫിന് ഇഷ്ടപ്പെട്ട സ്പോട്ട്. എന്ത് പറ്റി സാർ? Nothing. ഷുവർ? Yeah. സാറിന്റെ വൈഫിന്റെ ഫേവറേറ്റ് സ്പോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. Full memories. ഇരുന്ന് സംസാരിക്കാം. No. Yeah. Come. സർ, വാട്ട് അബൌട്ട് ഞാൻ അർജുൻ മറന്നു. അർജുനായിട്ട് ഓഫീസിൽ പോകണം എനിക്ക്. That way. This way. സാറിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് കരുതി വന്നതാ. എനിക്ക് ലേറ്റ് ആയിട്ട് പോയാൽ മതി. ഞാൻ അധിക സമയം എടുക്കില്ല. I think you should leave now. Come. എന്താ സാർ? തുറക്കണം. ഓക്കെ സാർ. കണ്ണ് രണ്ട് തീയ നരകം നിന്റെ വീടായി മാറ്റിടും ഞാൻ പാടാ. ഈച്ച കണ്ണ് രണ്ട് തീയ നരകം നിന്റെ വീടായി മാറ്റിടും ഞാൻ പാടാ. ഇതെന്താടാ ഈച്ച എന്ന് സൈൻ ചെയ്തിരിക്കുന്നത്? എപ്പ നോക്കിയാലും ഈച്ച. ഫയൽ മാറ്റിക്കൊണ്ടുടാ. ഇപ്പൊ ഞാനെന്തിനും കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഫ്ലോറിലാട്ട് വന്നത്? താഴത്തെ നോക്കിയാ പോരായിരുന്ന? വന്നതല്ലേ, നോക്കിയാട്ടും പോവാ.
ഫോണാ എടുത്തപ്പോഴേക്കും അടിക്കണം. ഞാൻ ഇരിക്കൊരു നമ്പർ അറിഞ്ഞൂടായിരുന്നല്ല. ഇവിടെയാണ്. ആ ഇങ്ങോട്ട് വാ. ഹലോ, പള്ളിയുടെ പുറകിൽ ഓടിട്ട വീട്ടിൽ ആളില്ലെന്ന് തോന്നുന്നു. അവിടെയുള്ളതൊക്കെ ഇന്ന് രാത്രി പൊക്കിയാലോ? പണി എനിക്ക് തന്നെയാണ്. എടാ വധൂരി, അതെന്റെ വീടാണ്. വെച്ചിട്ട് പോടാ. കാട്ടോണ്ട് ഒന്നും വെച്ച സാധനങ്ങൾ പിന്നെയും കാക്കണമെന്ന്. മാല എടാ കള്ള വന്നു അല്ലേ? നീ എവിടെ ഒളിച്ചാലും എനിക്കറിയാം. ഈ പെണ്ണിനെ എവിടെയൊക്കെയാണ് കണ്ടു. വെളിയിൽ വാ. I can smell you. വിചാരിച്ച കാര്യമെല്ലാം സക്സസ് ആയോ? നീ ആരോടാ സംസാരിക്കുന്നേ? ഫോണിൽ സംസാരിക്കാ ചേട്ടത്തി. ഫോണെന്റെ നിനക്കെന്താ? എവിടെ വേണമെങ്കിലും ഒളിക്കാലോ. നീ കാരണം ഞാനല്ലേ കുടുങ്ങുന്നേ. നീ എന്റെ ലവറാണെന്ന് ഏടത്തിയോട് പറയാൻ പറ്റുമോ? ഇതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. നീ മനുഷ്യനായി മാറണം. എന്തിനാ കള്ളനോട്ടം നോക്കുന്നേ? മാറിയേ പറ്റൂ. നീ മാറും, എനിക്കറിയാം. നമ്മുടെ പ്രേമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എടാ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാ, ഈ ഒരു മീറ്റിംഗ് എങ്കിലും കുളവാക്കായിരുന്നാ മതി. എടാ, അവര് 2000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ അത് അലങ്കോലപ്പെടുത്തിയാലുണ്ടല്ലോ, ആ 2000 കോടി പോകുന്ന മാത്രമല്ല, അതിനും പുറമെ അവര് തന്ന 500 കോടി ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓഫ് കോഴ്സ് എടാ, ഇതൊക്കെ എനിക്കറിയത്തില്ലേ. Will you please welcome our managing director, Mr. Sudeep. ഏയ്, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് റേസിംഗിൽ കമ്പുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രൊജക്റ്റും അതുപോലെ ഫാസ്റ്റ് ആയിട്ട് തീർക്കണമെന്ന് അദ്ദേഹം സിംബോളിക് ആയിട്ട് കാണിച്ചു തന്ന. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ചളവാകുന്നതിന് മുമ്പ് പ്രസന്റേഷൻ വേഗം തുടങ്ങണ മറ്റവനെ. പ്രൊജക്ടർ ഓൺ. ജെന്റിൽമാൻ, സുദീപ് സ്പേസ് സിറ്റി നമ്മുടെ നാട്ടിലെ വലിയ ടൗൺഷിപ്പ് ആകാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് 5000 ടൺ സ്റ്റീൽ, 10,000 ടൺ സിമന്റ്, 50,000 ടൺ സ്പെഷ്യൽ ഈച്ചക്കൊല്ലി മരുന്ന് വാങ്ങിച്ചു. ഈച്ചക്കൊല്ലാനോ? ഈച്ചക്കൊല്ലിയല്ല, ജെല്ലിക്കല്ല്. ഈച്ചക്കൊല്ലുന്ന എന്തിനാ? ഈച്ചയെ കണ്ട എനിക്കെന്താ പേടിയാ? ജെല്ലി കല്ല്. ഓഫ് കോഴ്സ്, അതടിച്ച അപ്പൊ തന്നെ ഈച്ച ചാകും. ലൈറ്റ് ഓൺ. നമ്മുടെ ഫ്ലാറ്റ് ആരെങ്കിലും വാങ്ങിക്കാൻ വന്നാൽ ഒരാൾ മിനിമം 1000 ഈച്ചയെങ്കിലും കൊന്നിരിക്കണമെന്ന് കണ്ടീഷൻ വെക്കണം. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. ഈ ഈച്ചകളെല്ലാം ചത്തൊടുങ്ങി കഴിഞ്ഞാൽ സുദീപ് ടൗൺഷിപ്പ് പീസ്ഫുള്ളായി, ശാന്തമായി, സന്തോഷമായി, സമാധാനമായിരിക്കും. സുദീപ്, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? തനിക്ക് എന്ത് പറ്റി? എന്താ ഇത്? ഇത് ബോർഡ് മീറ്റിംഗോ അതോ ഈച്ചയെയും പ്രാണിയെയും കൊല്ലുന്നെങ്കിലും പഠിപ്പിക്കുന്ന TV പ്രോഗ്രാമോ? ഇറ്റ് ഈസ് റിഡിക്കുലസ്. നശിപ്പിച്ചു. ഹിറ്റ് കൊണ്ട് ഒരു പ്രയോജനമില്ലടോ. ഹിറ്റ് അടിച്ചാൽ ഈച്ച ചാവുകയില്ലെന്ന് യൂസ് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്താ. What the hell is trying to do? You're a nutcase. Sir, please. What are you going to do? No, no. കാല് പിടിക്കാം. Please, please. ഒരു വട്ടം ക്ഷമിക്കണം, please. No. We don't want to hear anything. Commission line വേണം. This is the way to behave with the investor. See സിംഹ, what he has done. നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. We'll show him soon. ഇമ്മീഡിയറ്റ് ആയി റെഡി ചെയ്യുക. എല്ലാം കുഴപ്പമായി സർ. അയാൾ ഇൻകം ടാക്സ് ഓഫീസർക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞു സർ. നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൈക്കൂലി കൊടുക്കുമെന്ന് പറഞ്ഞു സർ. സർ, ക്യാഷ് മൊത്തം ഓഫീസിലല്ലേ ഇരിക്കുന്നത്.
എന്തൊരു വൃത്തികേടാണിത്. വീട്ടിനകത്ത് കോലം, അസ്ഥി, തലയോട്ടി എന്താണ് കാണിക്കുന്നത്? ശരി, ആ ശവം ആരുടെയാടാ? ആ തന്ത്രയുടെ. അവനെന്തിനാടാ ഇവിടെ വന്നേ? ഈച്ച കൊല്ലാൻ വന്നു. ഈച്ച ഈച്ച നിനക്കെന്താടാ ഈച്ച ഭ്രാന്തി പിടിച്ചോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച ഇത്ര പേടിയോ? ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ഈച്ച, അതിന്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയോ നിനക്ക്? ശരിയടാ, നീ ആണാണെങ്കിൽ ആ ഈച്ചയെ കൊന്നു കാണിക്ക, നിന്നെ ഞാൻ സമ്മതിക്കാം. നീ ഒരു മുഴുഭ്രാന്തനായടാ. ഞാൻ പറയുന്നത് സത്യമാടാ. ആ ഈച്ച നാനിയാ, ഞാൻ കൊന്നില്ലേ? അവൻ പുനർജന്മം എടുത്തിരിക്കുക. ആ ഈച്ചയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത്, നമ്മുടെ പണമെല്ലാം കത്തിച്ചത്. അവൻ ഈ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത്? കാറ്റുപോലും കടക്കാത്ത വിധം ഭദ്രമായി അടച്ചതാ. എന്നിട്ടും ആ ഈച്ച എവിടെ നിന്ന് വരുന്നെന്നോ? ഈ കാലം സമ്മതിക്കൂലല്ല. കണ്ടുപിടിക്കും തിരിപുളിക്കും മോനെ. അയാൾ എന്തിനാ ഈ പണി ചെയ്യുന്നേ? എന്തിനാണ്ടാ പീഡന പരേഡിൽ നോക്കണ പോലെ എന്നെ നോക്കണത്? ഞാൻ തന്നെയാണ്ടാ. അണ്ണാ, അണ്ണ നീ ഗതി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അണ്ണാ. ഞാനേതാണ്ട് വിചാരിച്ച പോലെയാണ്. പേഴ്സ് അടിച്ചു മാറ്റുന്ന ഈ കൈ കൊണ്ട് കല്ലടിക്കുന്നു അണ്ണാ. ഈ കൈ വയ്യാതിരിക്കണേണ്ട, അതുകൊണ്ടാണ്. എന്റെ അണ്ണന്റെ കൈ കൊമളിച്ചു പോയില്ലോ അണ്ണാ. എടാ, കല്ല് പൊട്ടിച്ചാ പിന്നെ കൈ കോമളച്ചു വരല്ലാണ്ട് പപ്പടം കോമളച്ചു വരുമോ? ഒഞ്ഞി പൊയ്ക്കേടാ പതുരി, പണിയെടുക്കട്ടെ. സ്വന്തം തൊഴിലിനോട് ചെയ്യുന്ന ചതിയാണ് ഇത്. നമ്മുടെ കൂട്ടത്തിൽ എന്നെ അപമാനമായില്ലേ? നിന്നെ പോലെ കട്ട് കഴിവേറി കടന്ന് ജയിലിൽ പോയി ഉണ്ടാ എന്നെ എനിക്ക് വയ്യ. പൊയ്ക്കേടാ, കൊല്ലിഞ്ഞാൻ പോടാ. ഒരു പൊണ്ണിയാളെ വന്നിരിക്കുന്നു. ആ എടാ, നന്നായി കഴിഞ്ഞ് എന്നെ നോക്കി ഇനിയും നന്നാവൂലെന്ന് പ്രാവണ. ഞാനൊരു വിസ അറേഞ്ച് ചെയ്ത് തരാം. താൻ ഗൾഫിലേക്ക് പോകുന്നു, നല്ല ശമ്പളം കിട്ടും. നല്ല ശമ്പളം കിട്ടണമെന്ന് നീ എന്താണ് പോകാത്ത? ഇല്ല സാർ, ഞാൻ പൊക്കോളാം സാർ, ഞാൻ പൊക്കോളാം സാർ. ആഞ്ജനേയ, ഇന്നലെ വരെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് കാണിക്ക ഉടക്കാനായിരുന്നു. ആദ്യമായിട്ട് തേങ്ങ ഉടക്കാൻ വന്നേക്കാണ്. ഈ ചേഞ്ചിനല്ല കാരണം ലവാണ്. ദാ അപ്പൊ ഇതങ്ങാട് സ്വീകരിച്ചോ. ദക്ഷിണാമൂർത്തി, പയ്യന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. ആദ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കും. എടാ, ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്തവന്റെ പേരാണ്. ഇത് ആഞ്ജനേയനാടാ, മരമണ്ട. ഗോഡിനെ നോക്കാണ്ട് ബോർഡിൽ നോക്കിയാണ് തൊഴുവണത്. പോയടാ, ഇത് കൊള്ളാവല്ല. മറ്റുള്ളവനെ ഉപദേശിക്കാനും മാത്രം വളർന്നു ഞാൻ. 2 അർച്ചന. സാർ, നിങ്ങൾക്ക് എന്ത് വേണം? ഇതാര് ബിന്ദുവോ? കണ്ടിട്ട് ഇച്ച് നാളായല്ലോ. എങ്ങനെയുണ്ട്? സുഖാണ് സ്വാമി. ഇതെന്താ 2 ടിക്കറ്റ്? അത് എന്തേലും നല്ല കാര്യത്തിനാണോ? അതെ. ആരാ ആള്? പറഞ്ഞാ വിശ്വാസം വരില്ല. പറയാന്ന് പറഞ്ഞില്ലേ?
ഈ ചേച്ചിയുടെ സ്വർണം കട്ട് എവിടെയാണോ കൊണ്ടുവച്ചേക്കണത് അവിടെ തന്നെയാണ് ഇതും വെച്ചേക്കണത്. അയ്യോ, മഹാഭാവിയെ. പോയല്ല. തല്ലല്ലേ. എന്താ മോളെ നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? അതല്ലേ പറഞ്ഞത്, പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന്. ഇതാളിന്റെ പുനർജന്മ. എല്ലാം മോളുടെ നല്ല മനസ്സ് തന്നെ. മോളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളൂ. എല്ലാം നല്ലത് ഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ ഡോഗ് ഹച്ച് ഹച്ചെന്ന് ചോദിക്കുന്നു. എടാ നിന്റെ ഹച്ചിടോ ഹച്ചി ഹച്ചെന്നല്ലാതെ ഐഡിയ എയർടെൽ ഡോകോമോന്ന് ചുമക്കുവോ? പോടാ, എഴുന്നേറ്റ് പോടാ. പോ. നെക്സ്റ്റ്. ഡോക്ടർ, കാലത്ത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ലഞ്ച് കഴിക്കുന്നില്ല, അതുകൊണ്ടൊരു ടെൻഷൻ. നോ ടെൻഷൻ, നോ ടെൻഷൻ മോളെ. വിധുവളെ ഞാനില്ല ഇവിടെ. എവിടെ നിന്റെ പെറ്റ്? ഇതാ ഇതെന്നതാ? ഈച്ച. ഓ ഈച്ച അതറിയാം. പെറ്റ് ഡോഗ് അറിയാം, പെറ്റ് കാറ്റ് അറിയാം, പെറ്റ് ലിസാർഡിനെയും അറിയാം എനിക്ക്. ഇത് പെട്ടി ഈച്ച. സാർ പെട്ടി. ഒന്ന് പോടാ പെട്ടി. പെറ്റീച്ചെന്ന് പറഞ്ഞ അവിടെ പെട്ടി കൊണ്ടുവരുവോ? അപ്പൊ കോട്ട നേടാൻ നീ പെറ്റിക്കോട്ട് കൊണ്ടുവരുവോ? പോടാ, ഒന്ന് പോടാ. ഡോക്ടർ പ്ലീസ് ഡു സംതിങ്. ഐ ലവ് ഹിം. ആളുകളെ ലവ് ചെയ്യുന്ന അറിയാം, ഈ ഈച്ചയോ?